അപ്പൊ അങ്ങനെ കിട്ടിയിട്ട് ടൈലിന്റെ കുത്താൻ പറ്റത്തുള്ളൂ. ടൈല് മറ്റേ മട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് താല്പര്യത്തിനാണെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് മ്യൂട്ട് ചെയ്യോ? മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സാർ. ഓക്കെ, സംശയങ്ങൾ എന്തുണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കുക, മാറ്റി വെക്കണ്ട. ഒറ്റ മിനിറ്റ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്രിയേറ്റീവ് സൈക്കിളും കൺട്രോൾ സൈക്കിളും പഠിച്ചിട്ടുണ്ടായി. അക്യുപഞ്ചറിനെ സംബന്ധിച്ചിട്ട് 5 എലമെന്റ് തിയറി എത്ര ഇമ്പോർട്ടൻ്റ് ആണോ, ഇൻയാങ് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഈ ക്രിയേറ്റീവ് സൈക്കിളും കൺട്രോളിങ് സൈക്കിൾ. ഇപ്പോൾ സാധാരണ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നേരെ മെറീഡിയനിലേക്കാണ് പോവുക. നമ്മളിന്ന് മെറീഡിയനിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ കുറച്ചുകൂടി എലമെൻസിനെ കുറിച്ച് നോക്കിയ ശേഷം നമുക്ക് പോവാം. ആൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യുക. എന്തിനാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തെന്ന് പറയുന്നത് വെച്ചാൽ കുറച്ച് പുതിയ ആളുകളുണ്ട്, അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനാണ്. കാരണം എല്ലാവരും ഓരോ തിരക്കുകളായിട്ടുള്ളവരായതുകൊണ്ട് എഴുതിയ പുസ്തകങ്ങളൊന്നും നോക്കുന്നുണ്ടാവില്ല. കാരണം 50 പേരോളം ക്ലാസ് അറ്റൻഡ് ചെയ്താലും 20-ൽ താഴെ ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, വോയിസും മറ്റും ഇടുന്നത്. ഓക്കെ, ഓക്കെ. നമ്മൾ സാങ് ഫു ഓർഗൻസിനെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ജസ്റ്റ് ജനറലായിട്ട് അതിൻ്റെ ഒരു ബേസിക് നോളേജ് മാത്രമാണ്, നമ്മൾ ഡെപ്ത് ആയിട്ടൊന്നും പഠിക്കുന്നില്ല. ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നു. മോഡേൺ സയൻസിൻ്റെ അനാട്ടമിക്കൽ കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മൾ TCMലേക്കും. ഇത് പിന്നീട് നമ്മൾ മെറീഡിയൻ എടുക്കുന്ന സമയത്ത്, മെറീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളതിനെക്കുറിച്ച് പിന്നീടുള്ള ക്ലാസ്സുകളിൽ നമുക്കത് വരും. ആ സമയത്ത് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ നോക്കാം. സോ ഈ നമ്മൾ ആദ്യം എപ്പോഴും വന്നിട്ട് ഇന്നിനെ ബേസ് ചെയ്തിട്ടാണ് പറയുക. ഇന്നിന് പ്രയോറിറ്റി കൂടുതലാണ്, കാരണം അതൊരു സോളിഡ് ആണ്, വിശ്വസിക്കാൻ പറ്റാവുന്നതാണ്, ഒരു ഉത്തരവാദിത്തമുള്ള ഓർഗൻസുകളാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ നമ്മളിവിടെ കൂടുതലും ഉപയോഗിക്കുക സാങ് എന്നുള്ള വാക്കാണ്. സാങ് എന്നുള്ള വാക്ക് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് 5 ഓർഗനെയാണ് പറയുക. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഹാർട്ട്, പിന്നെ ലിവർ, ലങ്, പിന്നെ ഏതൊക്കെയാണ്, കിഡ്നി, ലിവർ. അയ്യോ, 5 ഹലോ, ലിവർ 2 വട്ടം പറഞ്ഞില്ലേ? സ്പ്ലീനാണ് വിട്ടുപോയത്. സോ the 5 sang organs connect with the tissues and orifices, and they have specific connections with each of the outward manifestation and orifice. അതായത് നമ്മുടെ എല്ലാ ഓർഗണും അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട സാങ് ഓർഗൻസ് എല്ലാം തന്നെ നമ്മളുടെ ശരീരത്തിനകത്ത് ഓരോ ഓർഗണായിട്ട് ഡയറക്റ്റായിട്ടും അതേപോലെ തന്നെ ഓപ്പണിങ്സ് എന്ന് പറയും. അതായത് നമ്മൾ ഓപ്പണിങ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലങ്ങിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഭാരതീയ സിസ്റ്റത്തിൽ നവദ്വാരങ്ങളാണ് ശരീരത്തിനകത്തുള്ളതെന്ന് പറയാം. നമുക്കിവിടെ 5 കൺസിഡർ ചെയ്യണത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മൂക്ക്, വായ, കാത്, കണ്ണ്, ഇതുപോലെയുള്ളതൊക്കെ. സോ ഇതിനെയൊക്കെ ഓർഫീസ് എന്നും കൂടെ പറയും. ഓപ്പണിംഗ് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഓർഫീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതല്ലാതെ നമ്മുടെ ഓരോ ഓർഗൻസിനും ഓരോ ഫങ്ഷനും, ഓരോരോ ഓർഗൺ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഓരോ ടിഷ്യൂസിനെ, ബോണിനെയൊക്കെ വന്നിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിലെല്ലാം തന്നെ ആ ഓർഗണിൻ്റെ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിഫ്ലക്റ്റ് ആവുന്ന സ്ഥലങ്ങളാണ്. അതായത് എങ്ങനെയാണോ ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ളിലുള്ള CPU-ൽ നിന്ന് കിട്ടുന്ന പ്രോസസ്സ് നമുക്ക് മോണിറ്ററിലൂടെയും അല്ലെങ്കിൽ പ്രിൻ്ററിലൂടെയും പുറത്തേക്ക് വരുന്നുവോ, അതേമാതിരി നമ്മുടെ ഇൻറ്റേർണൽ ഓർഗണിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ചെറിയ തടസ്സങ്ങളൊക്കെ തന്നെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാനാണ് ഈ ഓർഫീസിനെയും
അതേമാതിരി തന്നെ ടിഷ്യൂസ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ സ്ഥലത്തുള്ള ടിഷ്യൂസ് ആണ് ഓരോ ഓർഗനെയും കണക്ട് ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ഹാർട്ട് ഈസ് മാനിഫെസ്റ്റഡ്. ഹാർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, നിങ്ങൾക്ക് ഓർമ്മ വരണം, ഇത് ഫയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓർഗൻ ആണ്, ഇത് ഇൻ ഓർഗൻ ആണെന്നുള്ളത് മനസ്സിനകത്ത് എപ്പോഴും വരണം. ഇനി റിപ്പീറ്റ് ചെയ്തൊന്നും ചിലപ്പോൾ നമ്മൾ പറഞ്ഞൊന്നും വരില്ല. ദ ഹാർട്ട് ഈസ് മാനിഫെസ്റ്റഡ് ഔട്ട്വേർഡ് ഓൺ ദ ഫേസ്. ഫേസിലാണ് ഹാർട്ടുമായിട്ട് കണക്ഷൻ ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് മനസ്സിനകത്ത് എന്താണോ ഉള്ളത് അതിന്റെ മുഖത്ത് കാണുമ്പോൾ നമുക്ക് അറിയാമെന്ന് പറയാറുണ്ട് അല്ലേ. എത്ര തന്നെ ഉള്ളിൽ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും ചിരിച്ചു കാണിച്ചാലും അത് ഫേസിൽ റിഫ്ലക്റ്റ് ചെയ്യും. നമുക്ക് ഒരാളോട് വെറുപ്പുണ്ടെങ്കിൽ അത് നമ്മളുടെ മുഖത്ത് കാണും. മനസ്സിനകത്ത് എന്താണോ അതിനെ ഷോ ചെയ്യുന്നതാണ് ഫേസ് എന്ന് പറയാറുണ്ട്. ഇപ്പൊ നമ്മൾ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കൈവയ്ക്കുന്നത് ഹാർട്ടിന്റെ ഭാഗത്തേക്കാണ് അല്ലേ. സോ ഫേസ് എന്ന് പറയുന്നത് ഹാർട്ടുമായിട്ട് നേരിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ മൂക്ക് ഫേസിൽ തന്നെ ഉള്ളതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു സാധനം. ഓക്കെ, പ്രധാനപ്പെട്ട ഓർഗൻ വന്നിട്ട് ഹാർട്ടാണ്. ബാക്കിയുള്ളതും അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ബ്ലഡിലാണ് ഇത് ഡോമിനേറ്റ് ചെയ്യണത്, വെസൽസ്, അതേമാതിരി തന്നെ ടങ്. ഇത്രയും കാര്യങ്ങൾ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ ഫയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. എവിടെയൊക്കെ റിഫ്ലക്ഷൻ വരും? ഫേസിൽ വരും. അതേമാതിരി തന്നെ ബ്ലഡിൽ അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും, വെസൽസിൽ ഉണ്ടാവും. ഓക്കെ, അതേമാതിരി ടങ്ങിലും റിഫ്ലക്ട് ചെയ്യും. അപ്പം നിങ്ങളുടെ നാക്കെന്ന് പറയുന്നത് ഹാർട്ടിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണെന്നുള്ളത് നമ്മൾ മറ്റേ 2ാമത്തെ 3ാമത്തെ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. അതേമാതിരി തന്നെ ബ്ലഡിലും റിഫ്ലക്ട് ചെയ്യും ഇത്. അതേ കൂടാതെ ഫേസിലും കൂടെ റിഫ്ലക്ട് ചെയ്യും. ലങ് മാനിഫെസ്റ്റഡ് ഔട്ട്വേർഡ് ഇൻ ദ ബോഡി ഹെയർ. നമ്മുടെ ശരീരത്തിനകത്ത് ബോഡിയിൽ ഉണ്ടാവുന്ന മുടികൾ, തലമുടിയല്ല, ശരീരത്തിനകത്തുള്ള മറ്റേ മുടികളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആക്ച്വലി ലങ് ആണ്, അല്ലെങ്കിൽ മെറ്റൽ എന്ന് പറയുന്ന എലമെന്റ് ആണ്. അത് സ്കിന്നിന്റെ മാസ്റ്ററും കൂടിയാണ്. ലങ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ സ്കിന്നുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. അത് ഓപ്പൺ ചെയ്യുന്ന ഓഫീസ് എന്ന് പറയുന്നത് നോസ് ആണ്. അപ്പൊ നമ്മൾ ഇടയിൽ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞു, സ്കിൻ എന്ന് പറയുന്നത് ലങ് ആണെങ്കിൽ പോലും ഒരു സ്കിന്നിൽ ഒരു ഇഷ്യൂസ് വരികയാണെങ്കിൽ ഒരാളത് ലങ്ങിന്റെ അല്ലെങ്കിൽ മെറ്റലിന്റെ മറ്റേ ഇൻബാലൻസ് ആയിരിക്കും. സോറി സാറേ. അപ്പം ലങ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സ്കിന്നിൽ ഒരു ഇഷ്യൂസ് വരികയാണെങ്കിൽ ഒന്ന് മെറ്റൽ എലമെന്റിന്റെ ഇംബാലൻസ് ആയിരിക്കും. ബാക്കി നമ്മൾ റിസർച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന, നമ്മൾ കുറെ പ്രോട്ടോകോൾ ഇതിനു മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിന്റെ കളർ ചേഞ്ചസും ഇഷ്യൂസിനെയും വെച്ചുകൊണ്ട് മെറ്റലിൽ ഏതാണ് ഇൻഫ്ലുവൻസ് ചെയ്യണത് അല്ലെങ്കിൽ ഏതാണ് ഇൻഫ്ലുവൻസ് ചെയ്യാത്തതെന്നുള്ളത് ഇംബാലൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ. അതിനൊരു എക്സാമ്പിളാണ് ഇപ്പൊ സ്കിന്നിനകത്ത് ഒരു ഇഷ്യൂ വരുന്നു, അത് ചുവപ്പിലാണ്, ചുവന്ന നിറമാണ് റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ അത് ഫയറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ബ്ലാക്ക് ഷെയ്ഡുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്, അത് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതേമാതിരി തന്നെ ഗ്രീനിഷ് ആണെങ്കിൽ അത് വുഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതേമാതിരി തന്നെ യെല്ലോയിഷ് ആയിട്ട് വരികയാണെങ്കിൽ അത് എർത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞു വരുന്നത്? ഹലോ, പുതിയ ആളുകൾ, നിഖില മനസ്സിലായി സാർ. ഓക്കെ. ദ സ്പ്ലീൻ ഈസ് മാനിഫെസ്റ്റഡ് ഔട്ട്വേർഡ് ഇൻ ദ ലിപ്സ്. നമ്മൾ ആൾറെഡി പഠിച്ചു. സ്പ്ലീന് വന്നിട്ട് ഓർഫീസ് എന്ന് പറയുന്നത് താഴത്തെ ലിപ്സ് ആണെന്ന് പറഞ്ഞു. ഡോമിനേറ്റ്സ് മസിൽസ് ആൻഡ് ഓപ്പൺസ് ഇൻ ടു ദ മൗത്ത്. മൗത്ത് ആണ് പ്രധാനമായിട്ട് സ്പ്ലീനിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. മസിൽസുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഒരു മസിൽ വീക്ക്നെസ് വരുന്നു, മസിൽ ക്രാമ്പ് വരുന്നു, അല്ലെങ്കിൽ മസിൽ ഇടയ്ക്കിടയ്ക്ക് പിടിക്കുന്നു, മസിൽ ട്വിസ്റ്റിംഗ് ആവുന്നു എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് പ്രധാനമായിട്ടും എർത്തിന്റെ ഇംബാലൻസ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അതേമാതിരി തന്നെയാണ് ലിവർ എന്ന് പറയുന്നത്. നമ്മുടെ നഖം, കയ്യിലെയും കാലിലെയും നഖങ്ങൾ വന്നിട്ട് ലിവറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ ലിവറിലേക്ക് ലോഡ് വരുന്നു, അല്ലെങ്കിൽ മറ്റേ ലിവർ സിറോസിസോ അല്ലെങ്കിൽ ഫാറ്റി ലിവറോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ അത് വരാനുള്ള ടെൻഡൻസി ഉള്ളവരുടെയൊക്കെ നഖത്തിനകത്ത് അത് ഡോമിനേറ്റ് ചെയ്യും. നഖം വന്നിട്ട് നോർമലായിട്ടുള്ളതിന് പകരം അവിടെ കളർ ചേഞ്ചസ് വരിക. അതേമാതിരി തന്നെ അതിനകത്ത് ലെയർ സിസ്റ്റം, നഖത്തിനകത്ത് ചെറിയ ചെറിയ ലൈൻസ് ഉണ്ടാവുന്നത്, അതല്ലെങ്കിൽ നഖത്തിന്റെ കളർ മാറുന്നത്, ഇതെല്ലാം തന്നെ ലിവറിന് ഉണ്ടാവുന്ന ഇംബാലൻസിനെ റിഫ്ലക്ട് ചെയ്യുന്ന സിംറ്റം. അത്
നേരിട്ട് ഓപ്പൺ ചെയ്യുന്നത് ഐസാണ്. ഇപ്പോൾ കണ്ണിലേക്ക് നിങ്ങൾ സ്പെക്സ് ഉപയോഗിക്കുന്നവരൊക്കെ ഉറപ്പായിട്ടും ലിവറിലേക്ക് ലോഡ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് സ്പെക്സ് ഉപയോഗിക്കേണ്ടി വരുന്നത്. പലപ്പോഴും വന്നിട്ട് ഈ സ്പെക്സ് നിങ്ങൾ ലിവറിനെ ചെയ്ത് കഴിഞ്ഞാൽ ലിവറിനെ ഫങ്ഷൻ മറ്റേ എനർജീനെ ബാലൻസ് ചെയ്താൽ തന്നെ പലപ്പോഴും വന്നിട്ട് ഇത് മറ്റേ കണ്ണിന്റെ കാഴ്ച നമുക്ക് തിരിച്ചു കിട്ടാറുണ്ട്. അതേപോലെ തന്നെ കണ്ണിന്റെ ചുറ്റും മസാജ് ചെയ്യുകയും ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യുകയും അതിനൊപ്പം തന്നെ ലിവറിന് പറ്റിയ ഫുഡ് എടുക്കുക, ചീര കൂടുതൽ കഴിക്കുക, ക്യാരറ്റ് കഴിക്കുക തുടങ്ങിയവയിലൂടെ തന്നെ നിങ്ങൾക്ക് മറ്റേ ഐസൈറ്റിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് കണ്ണിന് ചുറ്റും മസാജ് ചെയ്ത് നോക്കൂ. അപ്പോൾ പോലും ദിവസം രാവിലെ എണീച്ച ഉടനെ ഒരു 5 മിനിറ്റ് നിങ്ങൾ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേ ദിവസം നിങ്ങൾക്ക് ബ്ലർ വിഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യില്ല. ഓക്കെ, സോ ഇങ്ങനെ ഇതെല്ലാം വന്നിട്ട് ഇപ്പൊ കണ്ണിനൊരു പ്രോബ്ലം വന്നാൽ ലിവറിന് മാത്രം ലോഡ് എന്നല്ല, ലിവറിന് ലോഡ് വരാൻ ആരാണ് കാരണം എന്നും കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഫർദറായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എങ്ങനെയാണോ 5 എലമെന്റിൽ 5 എലമെന്റ്സും ഒന്നില്ലെങ്കിൽ സണ്ണ് മദർ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഗ്രാൻഡ് സൺ ഗ്രാൻഡ് മദർ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ കൺട്രോളിങ് സൈക്കിളിൽ കണക്ട് ചെയ്യുന്നത്, നമ്മുടെ അകത്തുള്ള എല്ലാ സിസ്റ്റവും ഒന്നിനോടൊന്ന് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഓർഗൻ നന്നായിരുന്നാൽ നന്നായിരിക്കില്ല. ഒരു വീട്ടിൽ 5 മെമ്പർ ഉണ്ടെങ്കിൽ 5 മെമ്പർ നന്നായിരുന്നാൽ മാത്രമേ ആ വീട്ടിലുള്ള എല്ലാവർക്കും സമാധാനം ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെയാണ് ഇപ്പൊ നമുക്കൊരു 5 വീട് പരിസരത്തുണ്ടെങ്കിൽ എല്ലാ വീട്ടുകാരും സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കും ഓട്ടോമാറ്റിക്കലി ആ സന്തോഷം നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഇങ്ങനെ വൈഡൻ ആകുമ്പോൾ ലോകമേ നന്നായിരുന്നാൽ മാത്രമേ നമുക്കും നന്നായിരിക്കാൻ പറ്റില്ല. അപ്പൊ എവിടെ ഉണ്ടാകുന്ന ഇഷ്യൂസും നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് ബാധിക്കും, അറിയുന്നില്ലെന്ന് മാത്രം. സോ അതേമാതിരി എല്ലാ ഓർഗണും നന്നായിരിക്കണമെങ്കിൽ ഈ 5 ഓർഗണിന് വേണ്ട ഫുഡ് കഴിക്കുക, ഓരോന്നിനും വേണ്ട കാര്യങ്ങൾ, അതായത് വാട്ടറിന് വന്നിട്ട് മൂവ്മെന്റ്സ് ഉണ്ടാവണം, ശരീരം വേർക്കണം, മെഡിറ്റേഷൻ ചെയ്യണം, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യണം, റെസ്റ്റ് കൊടുക്കണം, നല്ല ചിന്തകൾ ഉണ്ടായിരിക്കണം. ഇതെല്ലാം നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് ഒട്ടുമിക്ക ബുദ്ധിമുട്ടുകളിൽ നിന്നും ഓവർകം ചെയ്ത് വരാൻ പറ്റും. അത് കിഡ്നീസ് ആർ മാനിഫെസ്റ്റഡ് ഇൻ ദ തലമുടി വന്നിട്ട് കിഡ്നീസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഡോമിനേറ്റഡ് ബോൺ, അതേമാതിരി തന്നെ ബോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിഡ്നിയുടെ ഓർഗൺ. അപ്പോൾ ബോണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുട്ടികളൊക്കെ കളിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വീഴുമ്പോഴേക്കും ബോണ് പൊട്ടിപ്പോകുന്നു, അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ എല്ല് തേയ്മാനം വരുന്നു എന്നൊക്കെ പറയുന്നത് ആക്ച്വലി കിഡ്നിയുടെ എനർജി ഇംബാലൻസ് ആണ്. അല്ല കിഡ്നി പ്രോബ്ലം എന്നല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ എനർജിക്ക് വരുന്ന വ്യത്യാസമാണ്. ഇത് കാതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നമ്മുടെ യൂറിനേഷൻ സിസ്റ്റവും അതേ തന്നെ മോഷൻ പോകുന്നതായിട്ടുമൊക്കെ തന്നെ കിഡ്നിക്ക് കണക്ഷൻസ് ഉണ്ട്. ഇതൊക്കെയാണോ? നിഖില? ഓക്കെ, പിന്നെ വേറെ ആരാ ഉള്ളത്? താഹിറ ആൾറെഡി പഠിച്ചതല്ലേ? മക്കിപ്പഞ്ചർ പഠിച്ചാണ്. സൈദ പുതിയ ആളാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. നിങ്ങൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞ പോലെ തോന്നി. ഇല്ല, ഞാനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എവിടുന്നാ പഠിക്കണത്? എറണാകുളം ബാക്ക് ടു ബാലൻസ്. ഓക്കെ, അതിൽ നമ്മൾ ആദ്യം ഇന്ന് ഹാർട്ടിനെ കുറിച്ച് ജസ്റ്റ് ജനറൽ ആയിട്ടൊരു അവയർനെസ് നമുക്ക് നോക്കാം. നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? കാരണം നമുക്ക് എല്ലാവർക്കും ഭയമാണ്, ഹാർട്ട് അറ്റാക്ക് വരും. ഈ ഹാർട്ടിന് വേറൊരു പ്രത്യേകതയുള്ളത്, ഇത് സെന്റർ ഓഫ് ഓർഗൻസ് ആണ്. എല്ലാ ഓർഗനെയും നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഓർഗനാണ്. എങ്ങനെയാണോ നമ്മൾ പഞ്ചഭൂതങ്ങൾ പഠിക്കുന്ന സമയത്ത് ഭൂമിക്ക് വളരെയേറെ പ്രാധാന്യമാണ്. ഓരോ ക്ലൈമറ്റ് കഴിയുമ്പോഴും ഭൂമിക്ക് എന്ന് പറഞ്ഞിട്ടൊരു സമയമുണ്ട്. എല്ലാ എലമെന്റ്സും ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് യൂട്ടിലൈസേഷൻ ഉണ്ടാവുന്നത്. അതേമാതിരി ഓർഗണിലേക്ക് വരുന്ന സമയത്ത് ഹാർട്ടിന് വളരെയേറെ പ്രാധാന്യമാണ്. ഓക്കെ, യുവർ ഹാർട്ട് ഈസ് എൻ അമേസിംഗ് ഓർഗൻ. ഇറ്റ് കണ്ടിന്യൂസ്ലി പംപ്സ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻ്റ് റിച്ച് ബ്ലഡ് ത്രൂ ഔട്ട് യുവർ ബോഡി. നമ്മുടെ ശരീരത്തിനകത്തൂടെ നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി 24 മണിക്കൂറും ഓക്സിജനും അതേമാതിരി തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെ എല്ലാ സെല്ലുകളുടെ അവിടേക്കും എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ എങ്ങനെയാണോ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്ത് പമ്പ് ചെയ്ത് വെള്ളം കയറ്റുന്നത്, അതേമാതിരി ഒരു പമ്പ് വർക്ക് ചെയ്യുന്നത് പോലെ നോൺ സ്റ്റോപ്പായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനാണ് ഹാർട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ സൈസ് എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും കൈ മടക്കി പിടിച്ചു കഴിഞ്ഞാൽ, മുഷ്ടി ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ ആ മുഷ്ടിയുടെ വലിപ്പത്തിന് അനുസരിച്ചിട്ടേ ഹാർട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഏകദേശം 1 മിനിറ്റിൽ അല്ലെങ്കിൽ അബൌട്ട് 2000 ഗാലൻസ് പെർ ഡേ ആണ്
മൊത്തം ഈ ഹാർട്ടിലൂടെ പമ്പ് ചെയ്ത് പോകുന്നത് ബ്ലഡ്. സോ ഇത് ഓരോ പ്രാവശ്യവും പമ്പ് ചെയ്യുന്ന സമയത്ത് ബ്ലഡിനെ നമ്മുടെ ശരീരത്തിന് ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തലയുടെ ഏറ്റവും മുകൾ ഭാഗം വരെയും അതുപോലെ തന്നെ കാലുകളുടെ ലോങ്ങസ്റ്റ് ദൂരം വരെയും ഈ ഹാർട്ട് പമ്പ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് അങ്ങോട്ട് പോകണം. അതേമാതിരി തന്നെ ഒരിക്കൽ സ്ക്യൂസ് ചെയ്യണം, അല്ലെ? സ്ക്യൂസും റിലാക്സിങ് ആണ് ഹാർട്ടിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. മറ്റേ നമ്മുടെ ശരീരത്തിനകത്തുള്ള ആൾമോസ്റ്റ് എല്ലാ മൂവ്മെന്റ്സും എന്താണെന്ന് വെച്ചാൽ ഒരു ചുരുക്കം, ഒരു വികാസം, ഒരു ചുരുങ്ങൽ, ഒരു വികാസം, അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതിലൂടെയാണ് എൻറ്റയർ പ്രോസസ്സ് നടക്കുന്നത്. നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് ഒന്ന് ചുരുങ്ങുന്നു, വികസിക്കുന്നു, ചുരുങ്ങുന്നു, വികസിക്കുന്നു. എങ്ങനെയാണോ നമ്മൾ സ്പോഞ്ച് എടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് അമർത്തി അതിനെ വൃത്തിയാക്കുന്നത് പോലെ. എന്താ ചെയ്യേണ്ടത്? വേറൊന്നും ചെയ്യാനില്ല, വെള്ളത്തിൽ വെച്ചുകൊണ്ട് അതിന് നന്നായി അമർത്തുക, റിലീസ് ചെയ്യുക, നന്നായി അമർത്തുക, റിലീസ് ചെയ്യുക. ഒരു സ്ക്യൂസിങ്ങും ഒരു എക്സ്പാൻഷനും ആണ് നടക്കുന്നത്. നമ്മുടെ ആഹാരം ചവയ്ക്കുന്നത് പോലും ആ മൂവ്മെന്റ്സ് ആണ്, അല്ലേ? ഒന്ന് വായ തുറക്കും, അടയ്ക്കും, വായ തുറക്കും, അടയ്ക്കും. അതിനകത്തുകൂടെ തന്നെയാണ് ഈ ചവച്ചരയ്ക്കുന്ന ഫുഡ് നമ്മുടെ ശരീരത്തിനകത്ത് പോകുന്നതും. സ്മാൾ ഇൻഡസ്ട്രിയിലും ലാർജ് ഇൻഡസ്ട്രിയിലും എല്ലാം തന്നെ മൂവ്മെന്റ് നടക്കുന്നതെല്ലാം തന്നെ ഒരു ഭാഗം വികസിക്കുകയും ഒരു ഭാഗം ചുരുങ്ങുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് എല്ലാ മൂവ്മെന്റും നടക്കുന്നത്. ഇതല്ലാതെ വേറൊരു മൂവ്മെന്റ് നമ്മുടെ ശരീരത്തിനകത്തില്ല. ഇതിന്റെ ഫലമായിട്ട് ചില സാധനങ്ങൾ മുകളിലേട്ടോ താഴോട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ പോകുന്നു, അത്രേ ഉള്ളൂ. സോ ഒരു നല്ല എന്താ പറയുക, നമുക്ക് നല്ലൊരു ബ്ലഡ് മുഴുവനും ശരീരത്തിലൂടെ അങ്ങനെ പോവുകയല്ല. ഈ ബ്ലഡുകൾക്ക് പോകാൻ സെപ്പറേറ്റ് നമുക്ക് ഓരോ വഴികളുണ്ട്. അതിനെല്ലാം കൂടി ചേർത്തി പറയുന്ന പേരാണ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലാണ്ട് പമ്പ് ചെയ്തുകൊണ്ട് എല്ലാവിടെയും ബ്ലഡ് അങ്ങനെ പോവില്ല. അതിന് പോവാൻ തനിയെ ഒരു പാത്വേ ഉണ്ട്. തിരിച്ച് ഈ നമ്മൾ പ്യുവർ ബെഡ് എന്നാണ് പറയുക, അല്ലെ? ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്ത് ഓർഗണിലേക്ക് പോകുന്നത് പ്യുവർ ബ്ലഡ് ആണെന്ന് പറയും. ശരിക്കും ആക്ച്വലി അങ്ങനെ പ്യുവർ എന്നുള്ള വാക്കിന് അവിടെ അർത്ഥമില്ല. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ അങ്ങനെ ഉപയോഗിക്കില്ലേ? ഞാൻ ഒറ്റയ്ക്ക് പോയാൽ പോലും നമ്മൾ ഒറ്റയ്ക്കാണ് പോയിട്ട് വന്നതെന്ന് പറയും, ഇല്ലേ? പ്ലൂറലായിട്ട്. സോ അതേമാതിരി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്യുവർ ബ്ലഡ് എന്ന്. ആക്ച്വലി പ്യുവർ ബ്ലഡ് അല്ല, ഓക്സിജൻ റിച്ച് ബ്ലഡ് എന്ന് പറയാം. അതേമാതിരി തന്നെ ഓരോ സെല്ലുകളിലേക്കും പോയ ശേഷം അവിടെ ഫങ്ഷൻ നടക്കുന്നതിൻ്റെ പരിണിത ഫലമായിട്ട് നമ്മുടെ ശരീരത്തിനകത്ത് ഗ്യാസ്ട്രിക്സ് ആയിട്ടും ലിക്വിഡ് ആയിട്ടും ഒക്കെ വേസ്റ്റുകൾ ഉണ്ടാവും. ഇത് തിരിച്ച് ഓരോ സ്ഥലത്തും എത്തിക്കുന്നതും ബ്ലഡിലൂടെയാണ്. അപ്പോൾ ഓക്സിജൻ റിച്ച് ബ്ലഡ് പോകുന്നതിനെ നമ്മൾ ആർട്ടറി എന്ന് പറയും. അതേമാതിരി തന്നെ തിരിച്ച് കൊണ്ടുവരുന്ന അൺപ്യുവർ ബ്ലഡ് അല്ലെങ്കിൽ ടോക്സിനേറ്റഡ് ബ്ലഡ്, പല പേരിൽ നമ്മൾ വിളിക്കുന്ന നീല നിറത്തിൽ കാണുന്നതിൽ വരുന്നത് വന്നിട്ട് എന്താണ്? സെല്ലുകളിൽ നിന്ന് ടോക്സിനും വഹിച്ചു കൊണ്ടുവരുന്ന ബ്ലഡ്സ്. അങ്ങനെ ഈ കംപ്ലീറ്റ് സിസ്റ്റം ഹാർട്ടിൽ നിന്ന് ഓരോ സെല്ലുകളിലേക്കും പോകുന്ന ആർട്ടറീസും ഓരോ സെല്ലുകളിൽ നിന്നും തിരിച്ച് ഹാർട്ടിലേക്ക് വരുന്നതിനെ വെയിൻസ് എന്ന് പറയും. ഓക്കെ, അത് ചെറിയ ചെറിയ ട്യൂബ്സ് ആയിട്ടൊക്കെയാണ് ഉണ്ടാവുക. നമുക്ക് ഫർദറായിട്ട് നോക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ലങ്ങിൽ നിന്ന് കിട്ടുന്ന ഓക്സിജൻ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ബാക്കി ബോഡിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ പമ്പിങ്ങിൻ്റെ പരിണിത ഫലമായിട്ടാണ് എല്ലാ സെല്ലുകൾക്കും ഓക്സിജനും അവർക്ക് വേണ്ട ന്യൂട്രീഷൻ ഒക്കെ കിട്ടുന്നത്. അതേമാതിരി തന്നെ ശരീരത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങി ബാക്കി പല ടോക്സിൻസും ഈ ബ്ലഡിലൂടെ തന്നെയാണ് തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നതിന് ഉപയോഗിക്കുന്ന വളരെയേറെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ സർക്കുലേറ്ററി സിസ്റ്റം. അപ്പോൾ ഈ ബ്ലഡ് വെസൽസിനെ പൊതുവെ 3 എണ്ണം ആയിട്ടാണ് നമ്മൾ പറയുക. നമ്മൾ ആൾറെഡി അതിനെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ആർട്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിൽ നിന്നും ഓർഗണിലേക്ക് പോകുന്നതെല്ലാം ആർട്ടറീസും, ബാക്കിയുള്ള ഓർഗണിൽ നിന്ന് ഹാർട്ടിലേക്ക് വരുന്നത് വെയിൻസ് എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം ഉണ്ട്. അതുകൂടാതെ കാപ്പിലറീസ് എന്ന് പറയും, വളരെ ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് ഉണ്ട്. അത് വന്നിട്ട് ആർട്ടറീസുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, വെയിൻസുമായിട്ട് കണക്ട് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചെറിയ ചെറിയ നേർത്ത, നമ്മളിപ്പം വെരിക്കോസ് വെയിൻ പല ആൾക്കാരുടെ കാലിലും കണ്ടിട്ടുണ്ടാവും. നമ്മൾ വെരിക്കോസ് വെയിനിൽ തന്നെ വളരെ തിക്കായിട്ട് കാലിൻ്റെ ആ ഞരമ്പ് തന്നെ നീല നിറത്തിലുള്ളത് പെടച്ച് നിൽക്കുന്ന ഒന്നുണ്ടാവും. അതല്ലാതെ സ്പൈഡർ വെയിൻസ് എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ നാര് പോലെ ഉണ്ടാവും, കാപ്പിലറീസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ ചെറിയ ചെറിയ ആർട്ടറീസിനെയും വെയിനെയും കണക്ട് ചെയ്യുന്ന കാപ്പിലറീസ്, അങ്ങനെ 3 പ്രധാനപ്പെട്ട ബ്ലഡ് വെസൽസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അനാട്ടമി ഫിസിയോളജി നമ്മൾ പഠിക്കുകയല്ല, ജസ്റ്റ് ജനറലായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്.
ഇത്രയും നമുക്ക് അറിയണം. അപ്പോൾ പ്യുവർ ബ്ലഡ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യേണ്ട, ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് നമ്മൾ യൂസ് ചെയ്താൽ മതി. മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? ഉണ്ട് സാർ. ഇതാണ് ഏകദേശം ഇത് സ്ക്രീൻഷോട്ട് എഴുതിയെടുത്ത് വെച്ചോളൂ. ഓക്കെ, നമ്മൾ പറഞ്ഞു ആർട്ടറി കൂടിയിട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണോ പോകുന്നത്, ടോക്സിൻ ഉള്ള ബ്ലഡ് ആണോ പോകുന്നത്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ആണോ പോകുന്നത് ആർട്ടറീസിൽ? അല്ല, അങ്ങനെയല്ല പറയാ, അങ്ങനെയല്ല ശരിക്കും നമ്മൾ പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഹാർട്ടിലേക്ക് ഓർഗൻ നിന്ന് വരുന്നതൊക്കെ ആർട്ടറീസിനും, ഹാർട്ടിൽ നിന്ന് പുറത്തു പോണതൊക്കെ ആർട്ടറീസും, ഹാർട്ടിലേക്ക് വരുന്നതൊക്കെ വെയിൻസുമാണ്. പൊതുവെ ബാക്കിയുള്ള സെല്ലിൽ നിന്ന് പോണതൊക്കെ വന്നിട്ട് വെയിൻസും, അതേ സമയത്ത് ഹാർട്ടിൽ നിന്ന് പോണതൊക്കെ ആർട്ടറീസ് എന്ന് പറയും. പക്ഷേ ഒരു 2 സ്ഥലത്ത് മാത്രം ഇതിന് ചെറിയൊരു മാറ്റമുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഇതാണ് ഹാർട്ടിന്റെ ഒരു ഏകദേശ രൂപം. പെരിക്കാർഡിയം കവർ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നാക്ക് പോലെ തന്നെ ഉണ്ടാവും ഇല്ലേ? അതിന്റെ നോർമൽ ആയിട്ടുള്ള ഹലോ, അപ്പം നമുക്ക് ഹാർട്ടിന് പ്രധാനമായിട്ട് 4 അറകളാണ് ഉള്ളത്. ഓക്കെ, ഈ 4 അറകളിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരത്തിന് അകത്തുള്ള ബ്ലഡുകൾ, അതായത് ടോക്സിനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡുകളൊക്കെ തന്നെ വെയിൻസിലൂടെ വന്ന്, ഓക്കെ, ആദ്യം വന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ലെഫ്റ്റ് ആർട്ടറി എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടോ? ഓക്കെ, ഈ ലെഫ്റ്റ് ആർട്ടറിയത്തിലേക്ക് ബ്ലഡ് വരും. അവിടെ നിന്നിട്ട് മിട്രൽ വാൾവ് ഉണ്ട്. ഈ മിട്രൽ വാൾവ് വന്നിട്ട് 1 വേ ആണ്, തിരിച്ചങ്ങോട്ട് പോകാൻ പറ്റില്ല. ഓരോ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്തും അതൊരു നല്ല രസത്തിലുള്ള താളത്തിലാണ്. എങ്ങനെ ഇത്ര സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യണമെന്നുള്ളത് ഇതിൻ്റെ നിങ്ങൾ യൂട്യൂബിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂവിങ് ഇമേജ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും. അത് നോക്കി മനസ്സിലാക്കുക. ലെഫ്റ്റ് ആർട്ടറിയത്തിലേക്ക് വരുന്ന ബ്ലഡ് മിട്രൽ വാൾവിലൂടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വരും. ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിലൂടെ വന്നിട്ട് അറോട്ട വഴി ലങ്ങിലേക്ക് പോകും. എന്നിട്ട് സൂപ്പർ വെനോകോവ വഴി, ഞാൻ പറയുന്നത് കറക്റ്റാണോ ഡോക്ടർ ഡെറീന മാം? അതെ അതെ. തെറ്റുണ്ടെങ്കിൽ പറയണം. ഞാൻ അനാട്ടമി സ്റ്റുഡൻ്റ് അല്ല, ഞാൻ കൊമേഴ്സ് സ്റ്റുഡൻ്റാ. ഓക്കെ, അപ്പൊ ഈ സൂപ്പർ വെനോകോവയെ കൂടിയിട്ട് തിരിച്ച് ലങ്ങിന്ന് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് എവിടേക്ക് വരും? റൈറ്റ് ആർട്ടറിയത്തിലേക്ക് വരും. റൈറ്റ് ആർട്ടറിയത്തിൽ അവിടെ വന്നിട്ട് റൈറ്റ് വെൻട്രിക്കിലേക്ക് ഈ ബ്ലഡ് വരും. ഇത് തിരിച്ച് എങ്ങോട്ട് പോകും? ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പോകും. എവിടെയോ ഒരു തെറ്റ് വന്നോ? ഇല്ലല്ലോ. ഡെറീന മാം ഇല്ലേ? ഞാനിവിടെ ഉണ്ട്, പക്ഷെ മാത്രമേ എനിക്ക് അറിയണ്ടു. ആരാ അനാട്ടമിക്കാരുള്ളത്? ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ ഇപ്പൊ കറക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ടാസ്ക്കാണ്. ഞാൻ പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നെറ്റിലോ പുസ്തകത്തിലോ നോക്കിയിട്ട് പറയാം. എന്നിട്ട് എന്താ തെറ്റ് വന്നെന്ന് പറയാം. ഓക്കെ, ഹലോ ഹലോ ഹലോ. ശരി. അപ്പൊ നമ്മൾ ചിത്രം വരയുമ്പോൾ വെറുതെ 4 കോളവും വരച്ച് 2-4 പൈപ്പ് ലൈനും വരച്ചിട്ട് ഇത്രയും ഭാഗങ്ങളെങ്കിലും നിങ്ങൾ ഓർമ്മിച്ച് വെച്ചാൽ മതി. വാൾവിന്റെ പേരൊന്നും ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. റൈറ്റ് ആർട്ടറിയം, റൈറ്റ് വെൻട്രിക്കൽ, ലെഫ്റ്റ് ആർട്ടറിയം, ലെഫ്റ്റ് വെൻട്രിക്കൽ, പിന്നെ പുലിമിനറി ആർട്ടറി, പുലിമിനറി വെയിൻ, സൂപ്പീരിയർ വെനോകോവ, അരോട്ട. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ ആണോ? ഹലോ ഹലോ ഹലോ. എല്ലാവരും കൂടെ പറഞ്ഞാൽ മനസ്സിലായില്ല. ഓക്കെ, നമ്മുടെ TCM പ്രകാരം നോക്കുന്ന സമയത്ത് 5 എലമെന്റിലെ ഒരു പ്രധാനപ്പെട്ട ഓർഗൺ ആണ്, ഏറ്റവും വൈറ്റൽ ആക്ടിവിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്ന
ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനാണ്. ഓർഗണിലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബാക്കിയുള്ള ഓർഗൻസ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കിങ്ങിനെയാണ് അല്ലെ. കിങ് അല്ലെങ്കിൽ രാജാവ്, രാജ്ഞി എന്ത് വേണമെങ്കിൽ പറയാം. ദ എംപറർ ഓർഗൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഹാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹാർട്ടിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്, എന്റെ പ്രസന്റേഷൻ പോയോ, നിങ്ങൾക്ക് ഉണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഇല്ല പോരും. കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അതായത് നമ്മുടെ ടങ്ങിലാണ് ഹാർട്ടിന്റെ നേരെ റിഫ്ലക്ഷൻ ആവുന്നത്. അപ്പൊ അതിനകത്ത് ഉണ്ടാവുന്ന എക്സസ് ഹീറ്റ് ആയിക്കോട്ടെ എല്ലാം തന്നെ റിഫ്ലക്ട് ചെയ്യുന്നത്, ഫസ്റ്റ് റിഫ്ലക്ട് ചെയ്യുക നിങ്ങളുടെ നാക്കിലായിരിക്കും. ഓക്കെ, അപ്പൊ നാക്കിൽ വന്നിട്ട് മറ്റേ എന്താ പറയാ ഹാർഡ്നെസ് കൂടുതലാണ്, നാക്ക് ചൊറിയുന്നു, നാക്ക് മറ്റേ ഡ്രൈനെസ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് സലൈവ വരുന്നു, നാക്ക് എപ്പോഴും ചുവന്നിട്ടാണുള്ളത്, നാക്കിൽ എപ്പോഴും വൈറ്റ് കോട്ടിങ് വരുന്നു, അല്ലെങ്കിൽ ഇതെല്ലാം വരുന്നത് വന്നിട്ട് 2 ഓർഗണായിട്ട് കണക്ട് ചെയ്യും. ഒന്ന് ഹാർട്ടും ആസച്ചും, പിന്നെ ഒന്ന് അതിന്റെ നിറം വെച്ചിട്ട് വേറെ ഏതൊക്കെ ഓർഗനാണ് ഇംബാലൻസ് അവിടെ റിഫ്ലക്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതേമാതിരി ഹാർട്ടിന്റെ എമോഷൻ എന്ന് പറയുന്നത് ജോയ് ആണ്. ഹാർട്ടിന്റെ എനർജി നന്നായിരിക്കുകയാണെങ്കിൽ ജോയ് എന്ന് പറയും. അപ്പൊ സന്തോഷം നമുക്ക് കൂടുതൽ ഉണ്ടാവണമെങ്കിൽ ഒരു ചിരിച്ച മുഖമുള്ള ആൾക്കാർ നമ്മൾ എപ്പോഴും പറയില്ലേ, നല്ല മനസ്സിന് ഉടമസ്ഥനാണെന്ന് പറയും, എപ്പോഴും ചിരിച്ച് സംസാരിക്കുകയാണെങ്കിൽ. അതൊക്കെ വന്നിട്ട് ഹാർട്ടിന്റെ ക്വാളിറ്റിയാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഫ്ലൂയിഡ് ഈസ് സ്വെറ്റ്, അതായത് നമ്മുടെ ശരീരത്തിലെ വിയർപ്പെന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിന്റെ വിയർപ്പ് എന്ന് പറയുന്നത് ഫയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പൊ നമ്മൾ ചില ആളുകൾ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും ഭയങ്കരമായിട്ട് വിയർക്കും ഇല്ലേ. അതൊക്കെ തന്നെ എന്താ പറയുന്നത് വെച്ചാൽ ഹാർട്ട് വന്നിട്ട് ഓവർ ഹീറ്റഡ് ആണെന്നാണ് അതിന്റെ റിസംബ്ലൻസ് പറയുന്നത്. ഓക്കെ, ദ ഹാർട്ട് ഈസ് റിലേറ്റഡ് ടു സ്മാൾ ഇൻറ്റസ്റ്റൈൻ എക്സ്റ്റേണലി ആൻഡ് ഇന്റേണലി. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഹാർട്ട് ഇന്നാണെങ്കിൽ സ്മാൾ ഇൻറ്റസ്റ്റൈൻ യാങ് ആണെന്ന് പറഞ്ഞു. അത് നമ്മൾ പഠിക്കുന്ന സമയത്താണ്. പക്ഷെ ഇന്റേണലിയും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു എന്താ പറയാ 2 പെയർഡ് ഓർഗൻസ് ആണ് ഹാർട്ട് ആൻഡ് സ്മാൾ ഇൻറ്റസ്റ്റൈൻ. അതിന്റെ ഫിസിയോളജിക്കൽ ഫങ്ഷൻ ജനറലായിട്ട് കേട്ടോ, ഡെപ്ത് ആയിട്ട് നമ്മൾ പോകുന്നില്ല. നമ്മൾ അക്യുപഞ്ചറിസ്റ്റുകാർക്ക് പലരും പറയാറ് അനാട്ടമി ഫിസിയോളജി ഒന്നും ആവശ്യമില്ല എന്ന്. പക്ഷെ അതൊരു തെറ്റായ കൺസെപ്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെ കുറെ മാർക്കറ്റിൽ പറയുന്നുണ്ട് അക്യുപഞ്ചറിന് സൈഡ് എഫക്ട്സ് ഇല്ല, അതിന് വന്നിട്ട് പഥ്യമില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി വന്നിട്ട് മേ ബി നമ്മളെ സമാനപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കാം അവർ അങ്ങനെ പറയുന്നുണ്ടത്. പക്ഷെ അക്യുപഞ്ചർ സിസ്റ്റത്തിൽ TCMൽ ഡയറ്റും അതേമാതിരി തന്നെ സ്പെഷ്യൽ ഫുഡുകൾ, അതേമാതിരി തന്നെ എന്താ പറയുക ഈ പറയുന്ന പഥ്യം പോലെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ് TCM പ്രകാരവും. ഓക്കെ, ഇൻക്ലൂഡിങ് എമോഷൻസ് വരെ അത് ബാധകമുണ്ട്. അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ക്ലയന്റിനെ ദയവായിട്ട് പറയരുത്, ആരെയും റെഫർ ചെയ്ത് അങ്ങോട്ട് അയക്കരുത്. എന്താ പറയാ ഒരു ഡയറ്റ് എടുക്കണ്ട, നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ ജസ്റ്റ് നീഡിൽ മാത്രം ചെയ്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ തെറ്റുകാരനാണ്. നമ്മളത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നെങ്കിൽ ആ തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, ഇല്ലേ? ആണോ അല്ലയോ? ഇപ്പൊ ഒരു ഡയബറ്റിക് ക്ലയന്റ് അലോപ്പതി ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ട് എടുത്തിട്ട് പോകും. റിപ്പോർട്ടിൽ വന്നിട്ട് അത് അയാളുടെ തന്നെയാണെന്ന് പോലും നോക്കണ്ട. നിങ്ങൾ പോകുന്ന സമയത്ത് ഒരു റിപ്പോർട്ടിൽ നിങ്ങളെ ബ്ലഡിൽ ഡയബറ്റിക്കിന്റെ അംശം കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഡയബറ്റിക് കൂടുതലാണ് കേട്ടോ, നിങ്ങളിപ്പോൾ മെഡിസിൻ എടുത്ത് നോക്കണം, എന്നിട്ട് കുറഞ്ഞില്ല എങ്കിൽ ഇൻസുലിൻ എടുക്കണം എന്നല്ലാതെ നിങ്ങളുടെ കേസ് ഹിസ്റ്ററി അവരെടുക്കാറുണ്ടോ? ഇല്ല. അത് ശരിയാണോ തെറ്റാണോ ഡോക്ടർ ഡെറീന മാം? തെറ്റാണ്. അപ്പോൾ നമ്മളുടെ ഫണ്ടമെന്റലി അവർ തെറ്റ് ചെയ്യുന്നു, നമ്മൾ എന്നിട്ട് അവരെ പറഞ്ഞിട്ട് ചോദിച്ചാണ് ചക്കീലാടത്ത് പോണൊന്നുമില്ല. കേറണമെങ്കിൽ കയറിക്കോ, അതാ ചോദിക്കണ. ഇത് ചക്കീലാടെ അടുത്ത് കയറിയാ പോരെ? എന്താ ചെയ്യണ്ട പറഞ്ഞോ. അഹമ്മദ് ഓക്കെ മ്യൂട്ടായി.
ഷക്കീല മാം ലെഫ്റ്റായി ഫോൺ വിളിച്ച് പറഞ്ഞ് തിരിച്ചു കയറിയതാണോ? ആ സാറേ പിന്നെ കേറി. ഓക്കെ. ഇപ്പൊ സമയം എത്രയായി? 8:35. അപ്പോൾ നമ്മുടെ ഹാർട്ട് പമ്പിങ് വന്നിട്ട് എങ്ങനെയുണ്ടാണ്? സഫീഷ്യൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗൻ നൊറിഷ്ഡ് ആവും. ഓർഗൻ ഹാർട്ട് മാത്രമല്ല ബാക്കി എല്ലാ ഓർഗനും നൊറിഷിങ് ആയിരിക്കണമെങ്കിൽ, ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി നോക്കുന്ന 1-2 കാര്യങ്ങളിൽ ഒന്നാണ് അവരുടെ മറ്റേ ശരീരം തണുത്തിട്ടുണ്ടോ എന്നുള്ളത്. രണ്ടാമറി നമ്മൾ പൾസ് നോക്കും. ഈ 2 കാര്യങ്ങളാണ് ഒരാൾ കിടക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പോയി ചെക്ക് ചെയ്യുന്നത്. എന്താണ്? ഹാർട്ടിൻ്റെ ഫങ്ഷൻ ഉണ്ടോ എന്നാണ്. അപ്പോൾ ഒരു മരണം നിശ്ചയിക്കുന്നത് ഹാർട്ടിൻ്റെ ഫങ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അങ്ങനെ ഹാർട്ടിൻ്റെ ഫങ്ഷൻ നിന്ന് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരം തണുത്തു തുടങ്ങും. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് റിസർച്ച് പറയുന്നതും അതേമാതിരി തന്നെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കഷനിൽ വരുന്നത് ഒരു കാര്യമുണ്ട്. അതായത് നമ്മളുടെ ഹാർട്ട് നിന്നിട്ടാണോ നമ്മൾ മരണപ്പെടുന്നത്, അതോ നമ്മുടെ മരണം നടന്നിട്ടാണോ ഹാർട്ട് നിൽക്കണത് എന്നുള്ളത്. ഓക്കെ, അതിനകത്തൊരു കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതിനെക്കുറിച്ച് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദ നോർമൽ ഹാർട്ട് ബീറ്റ് ഈസ് വ്യൂഡ് ആസ് റിലേയിങ് ഓൺ ഹാർട്ട് ഷീ ഇൻ ടേംസ് ഓഫ് ദ തിയറി ഓഫ് ചൈനീസ് മെഡിസിൻ. അതായത് ഒരു നോർമൽ ഹാർട്ട് ബീറ്റ്, അത് നിങ്ങൾ എത്രയാണോ പറഞ്ഞു വെച്ചാൽ അത്ര അത് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഹാർട്ടിൻ്റെ ചീക്ക് കുഴപ്പമില്ല, അത് നന്നായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് നമ്മുടെ TCM പ്രകാരം പറയണത്. ഓൺലി ഇഫ് ദ ഹാർട്ട് ഷീ ഈസ് അബണ്ടന്റ് ക്യാൻ ഹാർട്ട് സ്ട്രെങ്ത് ബി നോർമൽ. അപ്പോൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് ഉണ്ടെങ്കിലാണ് നമ്മളെ സംബന്ധിച്ചിട്ട് ഹാർട്ട് സ്ട്രെങ്തേൺ ആയിട്ട് ഇരിക്കണമെന്നുള്ള അർത്ഥം. അത് ആ സഫീഷ്യൻ്റ് ആയിട്ടുള്ള അളവിനേക്കാളും കുറഞ്ഞാലും കൂടിയാലും അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കുറയുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ ലോ BP എന്ന് പറയുകയും അല്ലെങ്കിൽ ഹൈ BP എന്ന് പറയുകയും ചെയ്യുന്നത്. ഇത് ഹാർട്ടിൻ്റെ തന്നെ പാർട്ടായിട്ടാണ് നമ്മൾ ബ്ലഡിനെ കാണുന്നത്, ടിഷ്യൂസിനെ കാണുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് ബ്ലഡ് കുറഞ്ഞാലും കൂടിയാലും ഒക്കെ തന്നെ ഇഷ്യൂസാണ്. ഓക്കെ, ഹാർട്ട് റേറ്റ് ആൻഡ് ഹാർട്ട് റിതം ബി മെയിൻറ്റെയിൻഡ് ആൻഡ് ബ്ലഡ് റൺ കോൺസ്റ്റന്റ്ലി ആൻഡ് നോർമലി ഇൻ ദ വെസൽസ് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ന്യൂട്രീഷൻസ് ടു ദ ഹോൾ ബോഡി. അപ്പോൾ ബ്ലഡ് നിരന്തരമായിട്ട് ഈ ഹാർട്ട് പമ്പിനനുസരിച്ചിട്ട് നമ്മുടെ ശരീരം മുഴുവനും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു റൗണ്ട് കഴിഞ്ഞാൽ തിരിച്ച് ഹാർട്ടിലേക്ക് വരും. കൊണ്ടുപോകുന്ന സമയത്ത് കൊണ്ടുപോയിട്ടുള്ള സെല്ലുകൾക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള സാധനങ്ങളും ഓക്സിജനും സെല്ലുകൾക്കേക്ക് കൊടുക്കും. അവിടുന്ന് വരുന്ന ടോക്സിൻ എടുക്കും. അതേമാതിരി അവിടുന്ന് കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് തിരിച്ച് കൊടുക്കേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് കൊടുക്കൽ, ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഹാർട്ടിൻ്റെ ഹെൽത്തിനെ മാത്രമല്ല നമ്മൾ നന്നായിരിക്കുന്നത് പോലും ഈ ഒരു ഫങ്ഷൻ്റെ പ്രോപ്പറായിട്ടുള്ള റിതം മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. ദ നെസറി കണ്ടീഷൻസ് ഓഫ് ദ good blood circulation is vessels are abundant heart chi and abundant blood or sound circulation in the body vessels pathways. ഈ സർക്കുലേഷൻ നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ശരീരത്തിനകത്തു കൂടി ബ്ലഡ് പോകാനുള്ള പാത്തിലൂടെ, ഏതെങ്കിലും പാത്ത് കൂടി പോയിട്ട് കാര്യമില്ല, ബ്ലഡ് പോകാനുള്ള ആർട്ടറീസ് ആൻഡ് വെയിൻസിലൂടെയും അല്ലെങ്കിൽ കാപ്പിലറിയും കൂടിയും ശരീരം മുഴുവനും ഇങ്ങനെ സുഖമായി സഞ്ചരിക്കുകയും സെല്ലുകളെ പരസ്പരം ബന്ധപ്പെട്ടിട്ട ശേഷം തിരിച്ച് ഹാർട്ടിലേക്ക് വരികയും ചെയ്യുന്ന സർക്കുലേഷൻ നന്നായി നടക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കും. ഇപ്പം എനിക്ക് സംശയം, അതായത് പോലെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ അറിയേണ്ടതുണ്ട്. ഇപ്പം ബ്ലഡ് നമ്മളിപ്പോൾ കഴിക്കുന്ന സാധനത്തിനകത്ത് പലതരത്തിലുള്ള വിറ്റാമിനും പലതരത്തിലുള്ള ന്യൂട്രീഷനെയും വേർതിരിച്ചെടുത്തിട്ടാണ് ഈ ബ്ലഡ് ഓരോ ശരീരത്തിനകത്തേക്കും സെല്ലുകൾക്കും കൊണ്ടെത്തിക്കുന്നത്. ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഓക്സിജനും ചില ന്യൂട്രീഷൻസോ അല്ലെങ്കിൽ വിറ്റാമിൻസോ ചേർന്ന് കഴിഞ്ഞാൽ അതൊരു വേറൊരു സാധനമായിട്ട് മാറും. അത് ചിലപ്പോൾ ശരീരത്തിന് ദോഷം ചെയ്യും. അങ്ങനെ ബ്ലഡിലൂടെ ഈ സാധനങ്ങളൊക്കെ, ഈവൻ ടോക്സിൻസ് ആയിക്കോട്ടെ, എല്ലാം തന്നെ സർക്കുലേറ്റ് ചെയ്യുന്നത് ബ്ലഡ് വെസൽസിലേക്ക് നമ്മൾ എടുത്തു കൊടുക്കുന്നത്, സ്പ്ലീനും സ്റ്റൊമക്ക് എടുത്തു കൊടുക്കുന്നത് തന്നെ ഓരോ സാധനത്തിനെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു സഞ്ചി എടുത്തിട്ട് കടക്കയിൽ പോയാൽ, ഇന്നത്തെ പോലെയല്ല, പണ്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിയും അതേ സഞ്ചിയിലാണ് വാങ്ങുക, ഉഴുന്ന് അതേ സഞ്ചിയിൽ വാങ്ങും, കടുക് അതേ സഞ്ചിയിൽ വാങ്ങും. എങ്ങനെയാണെന്ന് അവർ തരിക? ഒന്നിച്ചിട്ട് ചാക്കിലിട്ട് തരുമോ? പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ അങ്ങനെ തരും. ഇന്നത് പാക്കറ്റിൽ വന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം. അതേപോലെ തന്നെ ഓരോ സാധനങ്ങളും വന്നിട്ട് സെപ്പറേറ്റ് നമ്മുടെ ശരീരത്തിനകത്ത്
ഓരോ സാധനവും തമ്മിൽ ജോയിൻ ചെയ്യാത്ത രീതിയിൽ പൊതിഞ്ഞിട്ടാണ് ഇത് ബ്ലഡിലൂടെ സഞ്ചരിക്കുന്നത്. അങ്ങനെ സഞ്ചരിച്ച് പോയി തിരിച്ച് ടോക്സിൻ കൊണ്ടുവരുന്ന സമയത്തും ഇതേപോലെ ഒരു കവർ ഉണ്ടാക്കി ലെയർ ഉണ്ടാക്കിയിട്ടാണ് ഇത് ബ്ലഡിലൂടെ സഞ്ചരിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാവണം കേട്ടോ. അത് കൂടാതെ ഈ ബ്ലഡ് വെസൽസ് നേരിട്ട് പോയിട്ട് സെല്ലിനെ ടച്ച് ചെയ്യില്ല. ഈ ബ്ലഡും സെല്ലുകളും ടച്ച് ചെയ്യാൻ സെപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്. ഡെലിവറി ബോയ് വന്നിട്ട് നമുക്ക് ഡൈനിങ് ടേബിൾ കൊണ്ടുവന്ന് തരുമോ സാധനം? ഇപ്പൊ നമ്മൾ സൊമാറ്റോയിലോ അല്ലെങ്കിൽ ആമസോണിലോ ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ അവര് മറ്റേ നമുക്ക് വേണ്ട സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കുകയാണോ ചെയ്യുക, അതോ ഡെലിവറി വിമർത്തും തന്നിട്ടാണോ പോവുക? അവര് നമ്മുടെ വീട്ടിനകത്തേക്ക് കയറില്ല, ഇല്ലേ? അതേപോലെ തന്നെയാണ് ബ്ലഡ് അങ്ങനെ ഓരോ സെല്ലുകളുടെ ഉള്ളിലേക്ക് നേരിട്ട് പോയി കയറി അവിടെ നിന്ന് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ദർ ഈസ് എ സെപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ പാത്വേ ഉണ്ട്. സോ നമ്മുടെ ബോഡിയുടെ ആ ഒരു മെക്കാനിസം നോക്കുക. ടോക്സിൻ ഉണ്ടെങ്കിൽ പോലും ആ ടോക്സിൻ വേറെ സാധനങ്ങൾക്കോ വേറെ ആൾക്കോ എഫക്റ്റ് ചെയ്യാതെ പോകുന്ന സാധനങ്ങൾ കൂടി കലർന്ന് വേറൊന്നായി മാറി ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ടാണ് അത് ചെയ്യുന്നത്. ഈ ബ്ലഡ് ഇതൊക്കെ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? ആർക്ക് വേണ്ടിയിട്ടാ? നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോ ശരീരത്തിനകത്ത് പുറത്തുള്ള സാധനങ്ങളായിട്ട് കണക്ട് ചെയ്യാതെ ശരീരത്തിനകത്തിരിക്കുന്ന ഓരോ സെല്ലുകളും നമുക്ക് വേണ്ടി നിരന്തരം ഇത്രയേറെ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചെയ്യാൻ എന്തേ പറഞ്ഞിട്ടുള്ളൂ? കുറച്ച് എക്സസൈസ് ചെയ്യേ, അത്യാവശ്യം റെസ്റ്റ് എടുക്ക്, ജോയിൻസിനെയൊക്കെ മൂവ് ചെയ്യേ, നല്ല ഭക്ഷണം കഴിക്കേ, നല്ല ശ്വാസോച്ഛ്വാസം ചെയ്യേ, നല്ല ചിന്തകൾ വെക്കേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? അതെ. ഇത് നമ്മൾ പ്രോപ്പറായി ചെയ്യണ്ടോ ഓരോരുത്തരും? ഒരിക്കലും ഇല്ല. അപ്പൊ ഇത് ഉത്തരം പറയാൻ മാത്രമല്ല, നിങ്ങൾ ഇരുന്ന് ആലോചിക്കുക. ഈ പറയുന്ന ഓർഗൻസിനൊക്കെ നിങ്ങൾ ഏത് നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിലും അത് നിങ്ങളുടെ എമോഷനെ ബാധിക്കും. ആ ഓരോ എമോഷനും നിങ്ങളുടെ ശരീരത്തിനകത്ത് ഓരോ സ്രവങ്ങളെ ഉൽപ്പാദിപ്പിക്കും. അത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലുള്ള സ്രവങ്ങളാണെങ്കിൽ നിങ്ങളുടെ നന്മയാണ് ഉണ്ടാവുക. അത് നെഗറ്റീവിസം ആണെങ്കിൽ നിങ്ങൾക്കത് കൊണ്ട് ഗുണമല്ല ഉണ്ടാവുക, അത് ദോഷമായിരിക്കും. അത് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വരും തലമുറകളെ ആയിരിക്കും അത് ബാധിക്കുക. ഓക്കെ, ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നെയാണോ? അതേമാതിരി തന്നെ ഈ ബ്ലഡ് കുറഞ്ഞു കഴിഞ്ഞാലും അത് വന്നിട്ട് നമ്മുടെ ഹാർട്ട് ഷീനെ ബാധിക്കും. ആ ഹാർട്ട് ഷീനെ ബാധിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഓർഗൻസിനെയും ബാധിക്കും. നമ്മൾക്ക് എങ്ങനെയാണോ ഇപ്പോൾ ബ്ലഡിലൂടെ കറക്റ്റായിട്ടുള്ള ഓക്സിജൻ സപ്ലൈ ഇല്ല എങ്കിൽ നമ്മളുടെ ശരീരത്തിനകത്തുള്ള രോമങ്ങൾ കൊഴിഞ്ഞു പോകും. അതിനകത്തേക്ക് ശരീരത്തിലത്തെ രോമമാണോ കൊഴിയണത്, തലയിലത്തെ രോമമാണോ കൊഴിയണമെന്നുള്ളത് ബാക്കി നിങ്ങളുടെ ഓർഗൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ ഒരാൾക്ക് പ്രോപ്പറായിട്ട് ഓക്സിജൻ എല്ലാവിടെയും എത്തുന്നില്ല എങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, ഇപ്പോൾ ഹാർട്ടിനായിക്കോട്ടെ ലങ്സിനായിക്കോട്ടെ, അവർ മര്യാദയ്ക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ വേണം? ഓക്സിജനും വേണം, ബ്ലഡും വേണം. അതേമാതിരി നമ്മൾ ദഹിച്ച് കിട്ടുന്ന സാധനത്തിൽ നിന്നുള്ള ന്യൂട്രീഷനും എല്ലാം തന്നെ ആവശ്യമുണ്ട്. ലങ്ങിനും വേണം, ഹാർട്ടിനും വേണം. നമ്മൾ കഴിക്കുന്ന ഈ മറ്റേ ഫുഡിൽ നിന്ന് ദഹനത്തിന് വേണ്ടിയിട്ട് 33% എനർജി ആർക്ക് വേണം? സ്റ്റൊമക്കും സ്പ്ലീനിനും വേണം. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും എത്ര ശതമാനമാണ് ബാക്കിയുള്ളവർക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നത്? ഇവിടുത്തെ ഗവൺമെന്റിനെ മാതിരി തന്നെയാണ്. ഏകദേശം കിട്ടുന്ന ശമ്പളത്തിലെ പാതിയിലേറെ വളരെ ഒരു കുറച്ച് ശതമാനം വരുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കും നേരത്തെ ഗവൺമെന്റിൽ വർക്ക് ചെയ്ത ആളുകൾക്കും പെൻഷനും ശമ്പളത്തിനും മാത്രം തന്നെയാണ് മെജോറിറ്റി ഓഫ് ടാക്സ് കളക്ഷൻ പോകുന്നത്. ബാക്കിയുള്ള കുറച്ച് ഒരുപാട് പേർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും സഫീഷ്യന്റ് ആയിട്ട് എത്തുമോ? ഇല്ല. അതേമാതിരി തന്നെയാണ് നിങ്ങൾക്ക് സഫീഷ്യന്റ് ആയിട്ട് ബ്രീത്തിങ് ഇല്ലെങ്കിൽ ഹാർട്ട് ശരി, എനിക്ക് ഇയാൾ ഓക്സിജൻ തരുന്നത് കുറവാണ്, ശരിക്കും പ്രോപ്പർ ചെയ്യണില്ല, അതുകൊണ്ട് എനിക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കിയുള്ള സെല്ലുകൾക്ക് എത്തട്ടെ എന്ന് പറഞ്ഞിട്ട് ഓക്സിജൻ ഹാർട്ടിന് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. എന്താ വെച്ചാല് ഹാർട്ടിന് ഫങ്ഷൻ ചെയ്താലേ ബാക്കിയുള്ള ഓർഗൻ സർവൈവ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഹാർട്ടിന് ആവശ്യമുള്ളത് ഉറപ്പായിട്ടും ഹാർട്ട് എടുത്തിരിക്കും. അതേമാതിരി തന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് പ്രയോറിറ്റി ലങ്ങിനാണ്, ലങ്ങും എടുത്തിരിക്കും, ഇല്ലേ? അപ്പൊ ബാക്കിയുള്ളവർക്ക് എടുക്കുള്ളൂ. അപ്പോൾ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഓക്സിജൻ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടാവുക. ഇത് ഓക്സിജന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, വിറ്റാമിൻസിന്റെ കാര്യത്തിലും എല്ലാത്തിൻ്റെയും നമ്മുടെ ശരീരത്തിന്റെ ഫങ്ഷനാലിറ്റി അങ്ങനെയാണ്.
അങ്ങനെ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ഓക്സിജൻ വേണ്ട വെക്കാൻ പറ്റാവുന്നത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു സാധനം കയ്യിൽ കുറച്ച് സാധനം ഉണ്ട്, അത് ലൈനിൽ നിൽക്കുന്ന ആളുകൾക്ക് നമ്മൾ കൊടുത്തു പോവുകയാണെങ്കിൽ പകുതിയിലേറെ ആളുകളുണ്ട്, പകുതി സാധനമേ ഉള്ളൂ എങ്കിൽ പകുതി ആളുകൾക്കേ കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ കൊടുത്തു പോകുമ്പോൾ സൗകര്യത്തിനനുസരിച്ചിട്ട് ഇപ്പം അമ്പലത്തിൽ തന്നെ വെക്കുക. അമ്പലത്തിൽ പ്രസാദം തരുമ്പോൾ അവർ കുറച്ച് പ്രസാദം കൊണ്ടുവരും, അത് അടുത്തടുത്ത് നിൽക്കുന്നവർക്കാണ് ആദ്യം കൊടുക്കുക. ശരിയല്ലേ? ആണോ? ഇപ്പൊ കയ്യിൽ 10 ഇല വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 10 പേർക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? 15 പേര് നിൽക്കുന്നുണ്ടെങ്കിൽ 10 പേർക്കേ കിട്ടത്തുള്ളൂ, 5 പേർക്ക് ശരിക്കും കിട്ടത്തില്ല. ശരിയല്ലേ? അപ്പോൾ അതേമാതിരി തന്നെ ഇത് പോകുന്ന സമയത്ത് നിയറസ്റ്റ് ഓർഗണിനൊക്കെ ചിലപ്പോൾ വേഗം കിട്ടിയെന്ന് വരും, ദൂരെയുള്ളതിന് കിട്ടിയെന്ന് വരില്ല. അങ്ങനെയാണ് നമ്മുടെ തലയും അതേമാതിരി തന്നെ സ്കിന്ന് ലെയറിലേക്കും വന്നിട്ട് സഫീഷ്യൻ്റ് ആയിട്ട് ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഗ്ലോ പോകും. അതേമാതിരി തന്നെ ഓരോ ബുദ്ധിമുട്ടുകൾ പതുക്കെ നിങ്ങളുടെ ഔട്ടർ ലെയറിൽ നിന്നാണ് തുടങ്ങുക. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞത് ഓക്സിജന്റെ കാര്യം മാത്രമല്ല, എല്ലാത്തിനും തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം നമ്മൾ ഈ കാര്യം അറിഞ്ഞിരിക്കണം, നമുക്ക് വെദർ നമ്മൾ സഫീഷ്യൻറ്റ് ബ്രീത്തിങ് ആണോ ചെയ്യണം എന്നുള്ളത്. അതേമാതിരി ശരിക്കും ചവച്ചരച്ചിട്ട് തന്നെയാണോ കഴിക്കുന്നത്, നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ളതാണോ കഴിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ ഓരോ ഫുഡും കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. ഏത് ഫുഡ് കഴിക്കുമ്പോഴാണ്, ഒരു സാധനം കഴിച്ചാൽ 3 ദിവസം വരെ അതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാവും. അപ്പം നിങ്ങൾ ഒരു ഫുഡ് കഴിക്കുന്നു, സ്ഥിരമായിട്ട് ഒരു ബുഷ്യൂസ് ഉണ്ടെങ്കിൽ ആ 3 ദിവസം മുമ്പ് എന്ത് ഫുഡ് കഴിച്ചു എന്നുള്ളത് അറിയണം. ശരീരത്തിനകത്ത് ഒരു വേദന വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ഫുഡിൻ്റെ പാറ്റേൺ നോക്കണം. അപ്പോൾ നിങ്ങളുടെ തെറ്റുകൾ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. അപ്പൊ നമ്മൾ വെറുതെ പോയിട്ട് ഒരാളത്ത് വയറ് വേദനിക്കണോ അല്ലെങ്കിൽ വോമിറ്റിംഗ് വരുന്നു എന്നല്ല പറയേണ്ടത്. ആദ്യം നമ്മളെ അനലൈസ് ചെയ്യണം. അപ്പോൾ ഇതിന്റെ റിഫ്ലക്ഷൻസ് ഒക്കെ നമ്മുടെ പൾസിൽ, അതായത് നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയാൽ കയ്യിൽ വെച്ച് പൾസ് നോക്കുന്നത് അവരെന്താണ് ചെയ്യുന്നത്? അലോപ്പതി ഡോക്ടേഴ്സ് ഹാർട്ട് ബീറ്റ് കുറവാണോ കൂടുതലാണോ എന്നുള്ളതാണ് അല്ലേ, അതോ നോർമലാണോ? ഇതെല്ലാം തന്നെ പൾസിൽ നമുക്ക് റിഫ്ലക്ട് ചെയ്യും. ഇതൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കൽ കൂടി ഈ സ്ക്രീന് നമ്മൾ ഫോക്കസ് ചെയ്ത് പോകും. ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് നമ്മൾ അത്ര ഡെപ്ത് ആയിട്ട് പറയുന്നില്ല. ഇതൊക്കെ വന്നിട്ട് പൾസിൽ റിഫ്ലക്ട് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. എനർജി കുറവാണെങ്കിൽ പൾസ് കുറവ്, പൾസ് റേറ്റ് കുറവായിരിക്കും. എനർജി കൂടുതലാണെങ്കിൽ പൾസ് കൂടുതലായിരിക്കും. സഫീഷ്യൻ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അതിനൊരു നല്ല റിതം ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെയാണ് ഡയഗ്നോസിസിന് നമ്മൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്, ഓരോ ഓർഗണിൻ്റെയും ഫങ്ഷൻ എങ്ങനെയുണ്ടെന്നുള്ളത്. അതേമാതിരി ബ്ലഡ് ഒരാൾക്ക് കുറവുണ്ടെന്ന് വെക്കുക, അയാൾക്ക് വന്നിട്ട് മുട്ടുവേദനയോ അതല്ല എങ്കിൽ മുടി കൊഴിച്ചലോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെൻസസ് സൈക്കിളിൽ പ്രോബ്ലം ഉണ്ട്, അയാൾക്ക് ബ്ലഡിൻ്റെ ശരീരത്തിൽ ബ്ലഡ് കുറവാണ്. അപ്പം നമുക്ക് ട്രീറ്റ്മെൻറ്റ് എന്തിനാണ് നമ്മൾ ചെയ്യേണ്ടത്? മെൻസസ് സൈക്കിൾ ക്ലിയർ ആവാനാണോ മുട്ടുവേദനയ്ക്കാണോ ചെയ്യേണ്ടത്? ഒരാൾ വരുന്നു, അയാൾക്ക് മുട്ടുവേദനയുണ്ട്, ബ്ലഡ് ഇല്ലെങ്കിൽ ബ്ലഡാണ് ഈ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളതിനെ കൊണ്ട് എത്തിക്കുന്നതും ആവശ്യമില്ലാത്തതിനെ എടുത്തിട്ട് വരുന്നതും. ഇവിടെ ബ്ലഡ് കുറയുന്ന സമയത്ത് അതിനകത്ത് സഫീഷ്യൻ്റ് ആയിട്ട് നമുക്കിപ്പോൾ എക്സാമ്പിൾ ഞാൻ മനോജും കൂടെ ഒരു പല്ലക്ക് അല്ലെങ്കിൽ 4 പേരെ തൂക്കിയിട്ട് പോകും, 4 പേരും കൂടെ ഞങ്ങൾ ഒരാളെ തൂക്കിയിട്ട് പോകുന്നു. ഞങ്ങൾക്ക് 4 പേർക്കും കൂടി തൂക്കാൻ പറ്റുന്നത് മാക്സിമം ഒരു 120 കിലോ ഉള്ള ഒരാളെ തൂക്കാൻ പറ്റുന്നു വിചാരിക്കുക. അതിനകത്ത് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വെയിറ്റ് കൂടുതലാണെങ്കിൽ കൊണ്ട് തൂക്കാൻ പറ്റുമോ? ഹലോ, ഇല്ല. ഇപ്പൊ ഒരു വെള്ളത്തിൽ വന്നിട്ട് നമ്മൾ ബോട്ടിന് നിർത്തുന്നു, ബ്ലഡ് എന്ന് പറയുന്നതാണ് വെള്ളം എന്ന് വെക്കുക. അതിനകത്ത് ഈ സ്ഥിരമായിട്ട് ഈ ബോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞ ബോട്ടിന് കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. കാരണം താങ്ങില്ല. വെള്ളം ഒരു പരിധി ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പൊ കടലിൽ പോകുന്ന ബോട്ട് ഉണ്ടല്ലോ, അത് സാധാരണ പുഴയെ നല്ല വെള്ളത്തിനകത്ത് ആ കപ്പലിന് പോകാൻ പറ്റത്തില്ല. അതറിയില്ലേ ഫണ്ടമെന്റലി? കടലിൽ ഉപയോഗിക്കുന്ന ബോട്ടും കടലിൽ ലോങ് ട്രിപ്പിന് പോകുന്ന ബോട്ടും അല്ലെങ്കിൽ കപ്പലും നമ്മൾ സാധാരണ നല്ല വെള്ളത്തിൽ ഉപയോഗിക്കുന്ന ബോട്ടും തമ്മിൽ നിറയെ വ്യത്യാസമുണ്ട്. കടലിൽ ഉപയോഗിക്കുന്നത് എത്ര തന്നെ വെള്ളം ഉണ്ടെങ്കിലും നല്ല പുഴവെള്ളത്തിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്താ വെച്ചാൽ അതിൻ്റെ ഡെൻസിറ്റിക്ക് വ്യത്യാസം വരുന്നത് കൊണ്ട് അതിന് താങ്ങാനുള്ള കഴിവ് സാധാരണ ജലത്തിന് ഉണ്ടാവില്ല. കടലിലാണെങ്കിൽ ഹാർഡ് വാട്ടറാണ്, അതിൻ്റെ താങ്ങുന്ന കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അവരവിടുത്തെ അതിലൂടെ പോകുന്ന ഈ കപ്പൽ ഉണ്ടാക്കിയിരിക്കുക.
സോ അതേമാതിരി നമുക്കൊരു മോട്ടറിൽ കൂടി പമ്പ് ചെയ്ത് വെള്ളം ഇവിടുന്ന് ഒരു മറ്റേ ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ വെള്ളം നനയ്ക്കുന്ന സമയത്ത് ഒരു മറ്റേ 1 HP മോട്ടറിൽ പൈപ്പ് വെച്ചിട്ട് നല്ല ഫോഴ്സിൽ വരുമ്പോൾ നമ്മൾ അടിച്ച് ദൂരം നനയ്ക്കുന്നത് ആ മോട്ടറിന്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര അടിക്കാൻ പറ്റുമോ? അത്രയും ദൂരത്തേക്ക് പമ്പ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ് മനസ്സിലാവുണ്ടല്ലോ. ഇല്ല. അപ്പൊ അതേപോലെ തന്നെയാണ് നമുക്ക് വന്നിട്ട് ബ്ലഡും നന്നായിരിക്കണം, ഹാർട്ടിന്റെ ഫങ്ഷനും നന്നായിരുന്നാൽ മാത്രമേ ഈ രണ്ടെണ്ണത്തിന് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ വേറെ എന്ത് ബുദ്ധിമുട്ടിന് ട്രീറ്റ് ചെയ്താലും മാറത്തില്ല. അതാണ് ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിച്ചത്. അപ്പൊ പ്രൈമ ഫൈസി നമ്മൾ ആദ്യം നോക്കേണ്ടത് ഹാർട്ടിന്റെ ഹെൽത്ത് നന്നായിട്ടുണ്ടോ, അതിന്റെ പാൽപിറ്റേഷൻ പ്രോപ്പർ ആണോ, രണ്ടാമത് ബ്ലഡ് സഫീഷ്യന്റ് ആയിട്ട് അവർക്കുണ്ടോ. ഈ രണ്ടെണ്ണം സഫീഷ്യന്റ് ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വേറെ ഏത് ബുദ്ധിമുട്ടിന് ട്രീറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഒരു പെർമനന്റ് റെമഡി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ തൽക്കാലം ആ സമയത്ത് മാറിയ പോലെ ഉണ്ടാവും, അവർ വീടെത്തുമ്പോഴേക്കും തിരിച്ചു വരും അസുഖം. ക്ലിയർ? ഓക്കെ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് നമുക്ക് നിർത്താമെന്ന് തോന്നുന്നു. പോരെ? എത്ര പോരെ? മതി. പഴയ ആളുകൾക്കാണെങ്കിൽ പഠിച്ചവർക്കാണെങ്കിൽ ഇനിയും കുറച്ച് എടുത്തോളൂ പറയും. നമ്മൾ പുതിയ ആൾക്കാരെ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഒരുപാട് ബേർഡൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇതാണ് എടുക്കേണ്ടത്. ആരെങ്കിലുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടേ ഒന്ന് വെള്ളിയാഴ്ച രാവിലെ എനിക്കൊന്ന് വിട്ടു തരണേ. ടേക്കിംഗ് ചാർജ് ഓഫ് മെന്റൽ ആക്ടിവിറ്റീസ്. ഓക്കെ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മള് ഹാർട്ടിന്റെ ഇത് ഇമോഷൻ പറയുമ്പോ ജോയ് ആന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ സന്തോഷം നന്നായിട്ടിരിക്കാന്ന് പറയുമ്പോ അപ്പൊ ഹാർട്ട് നന്നായിട്ടിരിക്കുക. അതിന്റെ ഓപ്പോസിറ്റ് മറ്റേ അധികമായാൽ അമൃതം വിഷം. അപ്പൊ നിങ്ങൾ ഒട്ടുമിക്ക ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ള പേഷ്യൻസിനെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവാം, അവർ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയങ്ങളിൽ വളരെ എപ്പോഴും ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും.